ചുമരിലാടിതും ചിരമക്ക ചുണ്ടിതകദേവരം താളവും വാഴ്ത്തിടുന്നു ഹരിതശോഭനിലയനേ പുരനാദമുണർത്തി നീ കേരളം കേരളം മാരു അക്ഷരം തെറ്റാതനുസരിച്ചു ഉള്ളിൽ വെച്ച പകരും ഗുരുവിനെ ഉണ്മയിൽ സ്നേഹിച്ചു ആദരിച്ചു കൂടെ പഠിക്കുന്ന കുട്ടികളെ തന്റെ കൂടെ പിറപ്പുകളായി നിലച്ചു മാതൃഭൂമിക്കായി ജീവൻ വെടിഞ്ഞോലെ മാതൃകയായിട്ട് സ്വീകരിച്ചു വെച്ചൂതര ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ പൊന്നമ്മയാക്കോ, അതുപോലെ തന്നെ നമ്മുടെ യോഗ ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയിരിക്കും. നമ്മുടെ പ്രസിഡന്റ് ജില്ലയെ സംബന്ധിച്ചോളം കഴിഞ്ഞ 30 വർഷക്കാലം കുഞ്ഞുങ്ങളെ അക്ഷരമുറ്റത്തേക്ക് ആനയിച്ച നമ്മുടെ പ്രസിഡന്റ് PKG ഫൗണ്ടേഷന്റെ ചെയർമാൻ ശ്രീ ബാലഗോപാൽ സാറ്, ശ്രീ കൃഷ്ണൻ സാറ്, അതുപോലെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇവിടെ കൂടിയിരിക്കുന്ന സുഹൃത്തുക്കളെ, പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, നമുക്കറിയാം യാത്രയപ്പ് നടത്തുമ്പോൾ നമ്മുടെ ശ്രീമതി പ്രസന്നകുമാരി ടീച്ചർ ഇവിടെ ചെയ്ത പ്രവർത്തനങ്ങൾ എന്താണെന്നൊക്കെയും ഞങ്ങളെക്കാട്ടിലൊക്കെയും നിങ്ങൾക്കാണ് അറിവുള്ളത്. നമുക്കറിയാം നമ്മൾ ഇന്ന് വളരെ സമയം കഴിഞ്ഞതിന് ശേഷമാണ്, അതായത് 10:30 തുടങ്ങേണ്ട മീറ്റിംഗാണ്. പ്രിയമുള്ള കുഞ്ഞുങ്ങളൊക്കെയും വിശന്നിരിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെയും ഉണ്ട്. എന്നാൽ എല്ലാവരും എത്താൻ താമസിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ പ്രോഗ്രാം അല്പം താമസിച്ച് തുടങ്ങുവാനായിട്ട് സാധിച്ചത്. എങ്കിൽ തന്നെയും നമ്മളെ ഈ നമ്മുടെ ശ്രീമതി പ്രസന്നകുമാരി ഈ അംഗൻവാടി ടീച്ചർ ഒരു സ്വാഗത പ്രസംഗത്തിൽ ഇവിടെ ഇരുന്ന ഒട്ടുമിക്ക പേരുടെയും പേരുകളോട് സംഭാവന ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പ്രസംഗിക്കുന്നവർ അങ്ങനെ ഒരു ഉദ്യമത്തിനോ മുതിരാൻ പാടില്ല എന്നാണ് ഒരു സാമാന്യ. പേര് ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അംഗൻവാടി ടീച്ചറും ഹെൽപ്പറും അവരിൽ നിന്നാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ് നടക്കാൻ പഠിക്കുന്നതും അക്ഷരം പഠിക്കുന്നതും സമൂഹത്തിനോട് എങ്ങനെ ഇടപെടണം എന്ന് പഠിക്കുന്നത്. കാരണമായി തീരുന്നത് ഇവരുടെ വാക്കുകളും പ്രവർത്തികളുമാണ്. നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പലപ്പോഴും ഇപ്പോഴത്തെ അമ്മമാർക്ക് സ്വന്തം കുഞ്ഞുങ്ങൾ അപ്പിയിട്ടാൽ പോലും അതൊന്ന് കോരിക്കളയാൻ ഇപ്പോഴത്തെ പെൺകുട്ടി നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. എന്റെ അനുഭവത്തിൽ നിന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. പക്ഷെ അവരെ അന്ന് സംരക്ഷിക്കുന്നത് അവരുടെ വല്യമ്മമാരോ അതുപോലെയുള്ളവരോ ആയിരിക്കും. പക്ഷെ ഈ കുഞ്ഞുങ്ങൾ ഇവിടെ വന്നാൽ ഈ പറയുന്ന ആരും സഹായമില്ല. ഇന്നലെ
പ്രസംഗിക്കാനുള്ള അറിയില്ലെങ്കിൽ അത് ആരെങ്കിലും പറയണം എന്നാണ് ചിന്തിച്ചത്. വീട്ടിൽ വന്നിട്ട് സാധാരണ അങ്ങനെയൊന്നും പറയാറില്ല. കഴിവ് പറയും, ഇതെല്ലാ വ്യക്തികളുടെ നല്ല പ്രസംഗമാണ് സാധാരണ പറയാറുണ്ട്. അങ്ങനെയാണ് പറയാറ്. പക്ഷെ നല്ലതായിട്ട് പ്രസംഗിക്കണം. പാർട്ടിക്ക് വേണ്ടി നിന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കണ്ടെത്തി പ്രസംഗിക്കാൻ തുടങ്ങി. അത്ഭുതപരമാണെന്നോ വലിയ പിന്തുണയാണ്. ആ പിന്തുണയാണ് ഇതൊക്കെ ആശാപ്രവർത്തനം ചെയ്യുന്ന ജോലിയെല്ലാം അംഗൻവാടിക്ക് ഇഷ്ടമാണ്. അഭിഷേക വകുപ്പിന്റെ കീഴിലുള്ള വൃദ്ധരുടെയും വികലാംഗരുടെയും ശിശുക്കളുടെയും ഒക്കെ കണക്കുകളും എത്ര വിവരങ്ങളുണ്ടെന്നും ആ ജനസംഖ്യയും മറ്റു കണക്കുകളെല്ലാം അന്ന് ഇപ്പോഴും അവിടെ ഈ കണക്കുകളുണ്ട്. ആ കണക്കുകളൊക്കെ വെച്ച് എല്ലാ മാസവും ഇവർ കൂടുന്ന യോഗങ്ങൾ അവരെ പഞ്ചായത്തിലായിരുന്നു. വളരെ വിശദമായിട്ട് ഇവിടെ പറഞ്ഞു. എന്നാൽ എനിക്ക് തോന്നുന്നു എനിക്കായിരിക്കും ഏറ്റവും കൂടുതൽ പ്രസന്നമായിട്ട് ഞങ്ങൾ 1ാം ക്ലാസ് തൊട്ട് ഇരുന്ന ഓരോ വ്യക്തികളെ പറ്റിയും പറഞ്ഞു. നമുക്കറിയാം, ഞങ്ങൾ ഇപ്പോൾ പരവ മഹാദേവ ക്ഷേത്രത്തിലെ ഒരു നമാഹ യജ്ഞം കഴിഞ്ഞ് ഞങ്ങളൊക്കെ മനസ്സ് നല്ല ഒരു ജീവിതത്തിൽ മാത്രമേ ടീച്ചർ പടിയിറങ്ങുന്നുള്ളൂ. എങ്കിലും ജയസാർ വന്നാൽ പൊതുപ്രവർത്തനത്തിന് രീതി ഇഷ്ടപ്പെടും. ഈ സമയത്ത് ആ പുലിവും വേണമെന്ന് പറഞ്ഞു. ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന വെച്ചുറ്റ എക്സ് സർവീസ്മെൻസ് മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ 300 ധീര ജവാന്മാരുടെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് അവർ പോരാട്ടം നടത്തിയ ഭൂമിയിലാണ് ഈ അംഗൻവാടി ഇതിലൂടെ പ്രവർത്തിക്കുന്നത്. കാരണം ഞാനും പ്രസിഡന്റ് ടീച്ചറുമായിട്ട് ആദ്യമായിട്ട് വേദികൾ പങ്കിടുന്ന ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട അല്ല ടീച്ചറെ സന്തോഷമാകും. എല്ലാ മേഖലയിലും മികവ് പുലർത്തിയത്. കാരണം എന്നെ എപ്പോഴും എനിക്ക് പറയാൻ പറ്റുന്നത് പഞ്ചായത്ത് മെമ്പർ നിലയ്ക്ക് ആദ്യ ഘട്ടമാണ്. ഈ പഞ്ചായത്തിൻ്റെ ഈ വാർഡിൻ്റെ സ്വഭാവം അനുസരിച്ച് പറയുമ്പോൾ ദീർഘമായി കിടക്കുന്ന സ്ഥലം, ഇവിടെ നിന്ന് പ്ലാവയിൽ നിന്ന് വരെ കിടക്കും, കട്ടിക്കലും മതി. നമ്മുടെ അഴുത കോളനിയിലേക്ക് ആനക്കുഴിയിലെ ആ സ്റ്റെപ്പിൻ്റെ കാര്യം ഞങ്ങൾ പല പ്രാവശ്യം പറഞ്ഞു. അത് സ്റ്റെപ്പേലും കെട്ടിക്കൊടുക്കുന്നു. അടുത്തയാൾ ചെയ്യാൻ പറ്റട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. പടിയോട് പോയാൽ ആ റോഡൊന്നും ഗതാഗത യോഗ്യമില്ല. എന്നാൽ പരുവയിലെ മിക്ക റോഡുകളും ഗതാഗതമൊന്നും പരാതികളൊന്നും വരാൻ പറ്റില്ലാത്ത രീതിയിൽ തന്നെ ആക്കിയിട്ടുണ്ട്. അത് പ്രസിഡന്റുമാരുടെ കാലാകാലങ്ങളിലുള്ള പ്രസിഡന്റുമാരുമായിട്ടൊക്കെ ആലോചിച്ച് നന്നായിട്ട് മുന്നോട്ട് പ്രവർത്തിക്കുവാൻ നല്ല കഴിവ് കൊടുത്ത ഒരു ടീച്ചർ. സംഘടന വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ എല്ലാ വീട്ടിലും കയറി ആ സ്ഥലം 5 സെന്റ് കൊടുക്കാം എന്നൊരു മനസ്സ് ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായി. അപ്പോൾ സ്ഥല സൗകര്യ കുറവാണ്. അതുകൊണ്ട് എക്സൈസൻ കോളനിയെ സമീപിച്ചു. അച്ഛൻ മുഖാന്തരം സെക്രട്ടറിക്ക് അപേക്ഷ കൊടുത്തു. അങ്ങനെ എൻ്റെ അച്ഛനും നാളത്തെ സ്റ്റാഫായിരുന്നു. ആചരിക്കുന്ന ഉപഹാരം സമർപ്പിക്കാനെത്തിയ ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് മറ്റുള്ളവരുടെ ആദരം ഏറ്റുവാങ്ങുന്നത് പോയ ഒരു ജോലിയാണ് അധ്യാപക ജോലി എന്നത്. തീർച്ചയായിട്ടും ഞാൻ പ്രസന്ന ടീച്ചറെ സംബന്ധിച്ചിടത്തോളം മികച്ച ഒരു അംഗൻവാടി അധ്യാപിക തന്നെയായിരുന്നു. ഞാൻ ഈ ബിൽഡിങ്ങിന്റെ ഇത് പണിയുന്ന സമയത്ത് ഞാനാണ് ഇത് വർക്ക് ചെയ്തത്, ഈ ചുറ്റുമതിലുമൊക്കെ. അപ്പോൾ മിക്ക ദിവസങ്ങളും കേട്ടാം ടീച്ചർ എന്നെ പെയ്യെന്ന് നോക്കും, ഞാനുണ്ടോ ഇല്ലയോ. എന്നിട്ട് ഈ അംഗൻവാടികളിലെല്ലാം കയറി ഇറങ്ങുവാനായിട്ട് എന്നെ പാർട്ടി ഏർപ്പെടുത്തി. ആ ഒരു സമയത്ത് ഞാൻ കുറേ അംഗൻവാടികളിൽ കയറി ഇറങ്ങിയിട്ട് ഏറ്റവും ലാസ്റ്റ് ആണെങ്കിലും ഇവിടെ പരുവ അംഗൻവാടി വന്നു കഴിയുമ്പോൾ നമ്മുടെ പ്രിയങ്കരിയായ ടീച്ചറിനെ കാണുവാനിടയിൽ. അതിന് മുമ്പ് പല പ്രാവശ്യം ഞാൻ വിളിച്ചിട്ടുണ്ടെങ്കിലും പ്രിയപ്പെട്ട ടീച്ചറിന്റെ അംഗൻവാടി വന്ന് കയറിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എന്ന് കഴിഞ്ഞാൽ ഇന്ന് 35 വർഷത്തെ ഏറ്റവും മികച്ച രീതിയിലുള്ള സേവനത്തിന് ശേഷം പടിയിറങ്ങുന്ന പ്രസന്ന ടീച്ചർക്ക് നമ്മുടെ ഇനി തുടർന്നുള്ള ജീവിതം നമ്മുടെ ഈ പൊതുരംഗത്ത് നിറഞ്ഞു നിൽക്കുവാൻ ഈശ്വരന്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ. അതിനകത്തുനിന്ന് ഞങ്ങൾ എല്ലാവർക്കും വളരെ സന്തോഷമുണ്ട്. ജയിച്ച് പഞ്ചായത്തിന്റെ മെമ്പറായിട്ട് വന്നു. ഞങ്ങളൊക്കെ എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുമ്പോൾ തെറിക്കൂടി ചവിടുന്നു.
ഏതാണെന്ന് ചോദിച്ചാൽ എനിക്ക് ബാലവാടി പോകണം എന്നല്ല കൂടുതൽ. നമ്മുടെ പ്രസന്ന ടീച്ചറിന്റെ യാത്രയയപ്പ് സംബന്ധിച്ചാണ് നമ്മളിന്നിവിടെ എത്തിയിരിക്കുന്നത്. എനിക്ക് ടീച്ചറിനെ നല്ലതായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. കാരണം എൻ്റെ അനിയത്തി ഒരു വാർഡ് മെമ്പറും ഒരു അംഗൻവാടി ടീച്ചറുമായിരുന്നു. എന്നാൽ എൻ്റെ അനിയത്തിയുടെ തിരക്ക് ഞാൻ കണ്ട് മനസ്സിലാക്കിയ വ്യക്തിയാണ്. ഒരു വാർഡിൽ എന്തെങ്കിലും ഒരു കാര്യം നടന്നാൽ, ഒരു മരണം, ഒരു അപകടം, മറ്റ് കേസിലിട്ടത് എന്തിനൊക്കെ ഉപേക്ഷിക്കുന്നുള്ളൂ. നമ്മുടെ വാർഡിന്റെ മെമ്പറിന്റെ പദവി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ട് രീതിയിലും നമുക്ക് വേണ്ടപ്പെട്ടവരാണ് അംഗൻവാടിക്കാരും വാർഡും. അത് ഹെൽത്ത് എപ്പോഴും പ്രവർത്തിക്കുന്നത് നാട്ടുകാരുടെ സഹകരണത്തിന്, നാട്ടുകാരെ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി നമുക്ക് വാർഡില് മെമ്പറുടെ സഹായം വേണം, അംഗൻവാടിക്കാരുടെ സഹകരണം വേണം. അങ്ങനെ എല്ലാത്തിനെയും കൂടെ യോജിപ്പിച്ച് കൊണ്ടുപോയാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഏതായാലും ഇത്രയും പേരെ കണ്ടതിനോടൊപ്പം ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല, ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ പറഞ്ഞു. നമ്മുടെ പൊന്നമ്മ ചാക്കോ, അതുപോലെ തന്നെ അതുപോലെ തന്നെ എല്ലാവരും ഈ വേദിയിൽ മത്സരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ പ്രിയങ്കരിയായ ടീച്ചറിന് രാവിലെ തന്നെ നമ്മൾക്ക് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ യാത്രയുടെ കാര്യം. പക്ഷേ ഞങ്ങൾ ആദ്യം പറഞ്ഞു ഞങ്ങൾക്ക് അവധിയാണ്, ഇന്നത്തെ ദിവസം നമുക്ക് വേദിയിൽ കാണുമ്പോൾ നമുക്ക് എല്ലാ സ്റ്റാഫിനെല്ലാം അവധിയാണ്, അപ്പം ഞങ്ങൾ ഉണ്ടാവില്ലെന്ന് ആദ്യം ഇങ്ങനെ പറഞ്ഞിരുന്നു. പക്ഷെ ആ പറച്ചിൽ ഞങ്ങൾക്ക് മാറ്റി വെക്കേണ്ടത്. കാരണം പറഞ്ഞാൽ ഏറ്റവും പ്രയാസം കൊച്ചുകുട്ടികളെ പഠിപ്പിക്കുന്നത്. ഇപ്പൊ തന്നെ ടീച്ചർ ഇവിടെ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അങ്ങനെ ഒരു ബുദ്ധിമുട്ടേറിയ ഒരു സംഭവം തന്നെയാണ് കൊച്ചുകുട്ടികളെ പഠിപ്പിക്കുന്നത്. കൊച്ചുകുട്ടികൾ പഠിത്തം കഴിഞ്ഞ് LP സ്കൂളായി, UP സ്കൂളായി, അങ്ങനെ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പഠിപ്പിക്കണമെങ്കിൽ അതിന് ടീച്ചർമാർക്ക് ട്രെയിനിങ് വേണം. എന്നാൽ അതേസമയം അതേ പഠനം MA ക്ലാസ്സിൽ ചെല്ലുമ്പോഴേക്കും വേണ്ടാതാണ്. എന്ന് പറഞ്ഞാൽ ഏറ്റവും എളുപ്പമുള്ളത് ഉയർന്ന ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കുന്നതാണ്. പഠിക്കുന്നു. എല്ലാ കാര്യത്തിലും ഞാൻ എപ്പോഴും പറയും, ടീച്ചർക്ക് പാദത്തിൽ തൊട്ട് നമസ്കരിച്ചിട്ട് പോവുകയാണ്. നാളെ മുതൽ എക്സാമാണ്. ഇത്രയും നല്ല സേവനയുടെ അനുസരിച്ച് ടീച്ചറിന് എൻ്റെ ആശംസകൾ. ടീച്ചർ ഇവിടെ പോകുമ്പോൾ എനിക്ക് വലിയ വിഷമമുണ്ട്. വന്നുടനെ ടീച്ചർ പോകുന്നല്ലോ, അങ്ങനെ ഒരു സങ്കടമുണ്ട്. എന്നാലും ഇത്രയും നാളും ടീച്ചറിനോട് ജോലി ചെയ്യാൻ സാധിച്ചത് എനിക്ക് ഏറ്റവും സന്തോഷമുണ്ട്.
നാലാളിയെ കൈപിടിക്കും തിരുനാടകശാലയിൽ ചേർന്നു നിൽക്കും നാലാളിയെ കൈപിടിക്കും തിരുനാടകശാലയിൽ ചേർന്നു നിൽക്കും യമുന നദിയായി കുമിരലയിലും നിലവിൽ അമ്പലപ്പുഴി ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം ഓടി വന്നു. എന്റെ ജീവിതത്തിലെ ഒരു സുപ്രധാന നിമിഷമാണ്. ഞാൻ 32 വർഷമായി ഇവിടെ സേവനം അനുഷ്ഠിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ഒരു മഹാത്മ്യം ഞാൻ പരിവേൽ മഹാദേവനെ സ്മരിക്കുകയാണ്. ഞാൻ കേവലം ഒരു വിദ്യാർത്ഥിനി ആയിരിക്കുമ്പോൾ തന്നെ എന്റെ മധുവിന്റെ ചേച്ചിയായ അമ്മിണി ചേച്ചിയുടെ കൂടെ ഞാൻ പഠിക്കുമ്പോൾ തന്നെ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തന്നെ ഞാൻ ചേച്ചിയുടെ കൂടെ ഇവിടെ വരികയും ചേച്ചിയുടെ കൂടെ ഇവിടെ വരുമ്പോൾ കുട്ടികളുമായി നല്ല രീതിയിൽ സഹകരിക്കും. എനിക്ക് കുട്ടികളുമായിട്ട് എന്താണെന്നറിയത്തില്ല, പെട്ടെന്നൊരു അട്രാക്ഷൻ ഉണ്ടാവുകയും ഞാൻ അങ്ങനെ ഈ പാത പിന്തുടരാൻ പോവുകയും ചെയ്തു. അങ്ങനെ ഞാൻ കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ അമ്മി ചേച്ചിയൊക്കെ കൊല്ലത്തേക്ക് സെറ്റിലായി. അപ്പോൾ ആ വേക്കൻസിയിലാണ് ഞാൻ നേരത്തെ ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ടെന്നുള്ള ഒരു പ്രയോറിറ്റി എനിക്ക് കിട്ടുകയും അങ്ങനെ കേവലം ബാലവാടി ടീച്ചറായിട്ട് ഞാൻ എന്റെ വിദ്യാർത്ഥി ജീവിതം കഴിയുമ്പോൾ തന്നെ ഇവിടെ കയറുകയും ചെയ്തു. പിന്നീട് ഞാൻ ആ പാത പിന്തുടർന്നാണ് മുന്നോട്ട് കൊണ്ടുപോയത്. എന്റെ വിവാഹശേഷം എനിക്ക് 2 മക്കളുണ്ടായി. എന്റെ മോളെ ഞാൻ നല്ല രീതിയിൽ ഉറച്ചു തന്നെ പറയുന്നു, എന്റെ മോളെ ഞാൻ തൊട്ടിൽ കെട്ടി ഈ ബാലവാടിയിൽ പഠിപ്പിച്ചാണ് ഞാൻ എന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. പക്ഷെ എന്റെ മകനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പഠിക്കാൻ നേരം അന്ന് ഞങ്ങളുടെ അമ്മ എന്റെ മോനെ നോക്കുമായിരുന്നു. എന്റെ മോളെ ഞാൻ എവിടെ പോയാലും കൈക്കുഞ്ഞുമായിട്ട് ലക്ഷ്മിക്കുട്ടി ചേച്ചിയായിരുന്നു അന്ന് ഹെൽപ്പർ. ഞാൻ എവിടെ പോയാലും ചേച്ചി മുമ്പിൽ ഓടി വന്ന് എന്നോട് എന്റെ അഞ്ജുവിനെ വാങ്ങുകയും ചേച്ചി കൂടെ ഒരുക്കി എന്നെ സഹായിച്ച് ധാരാളം ബുദ്ധിമുട്ടുകളിലൂടെയാണ് അന്ന് എന്റെ കാലം മുന്നോട്ട് കൊണ്ടുപോയത്. അന്ന് എനിക്ക് 3:30 തീർച്ചയായിട്ടും ഞാൻ ദൈവത്തിന്റെ സാന്നിധ്യം ദൈവത്തെ സമർപ്പിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, 3:30 എനിക്ക് അറിയാത്ത ദിവസങ്ങളില്ല എനിക്ക് തിരിച്ച് അങ്ങോട്ട് പോകാൻ പേടിയായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയാണ് ഞാൻ മുൻപോട്ട് വന്നത്. അതുകൊണ്ട് എനിക്കും ഒരിക്കലും ഈ ബാലവാടിയെ മറക്കാൻ സാധിക്കില്ല. ഞാൻ വിദ്യാർത്ഥിനി ആയപ്പോൾ തന്നെ എനിക്ക് വേണമെങ്കിൽ മറ്റു കലാ രീതികളിൽ മുൻപോട്ട് പോകുമായിരുന്നു. പക്ഷെ അതെല്ലാം എന്റെ ഒരു ദൈവ നിയോഗമായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ ബാലവാടിയിൽ അന്ന് വരുമ്പോൾ ഇവിടെ 10-12 കുട്ടികളൊക്കെ ഉള്ളായിരുന്നു. പിന്നീട് ഞാൻ ആത്മാർത്ഥമായി അത് ആദ്യം കുട്ടികളല്ല അന്നത്തെ സാഹചര്യം കുറെ കഴിഞ്ഞ് ഞാൻ ആത്മാർത്ഥമായി പ്രവർത്തിച്ച് വന്ന് 58 കുട്ടികളെ ഒന്നിച്ചന്ന് ഈ കെട്ടിട ഒരു ചെറിയ വെട്ടുകല്ല് കൊണ്ട് കെട്ടിയ ബാലവാടി കെട്ടിടമായിരുന്നു. ബാലനാഥൻ പറഞ്ഞതുപോലെ അതിന്റെ ഭിത്തിയൊക്കെ വിണ്ടു കയറിയതായിരുന്നു. ആ കെട്ടിടത്തിനകത്ത് ഈ 54 കുട്ടികളെ ഞാൻ എന്റെ വായുടെ മെടുക്കുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ മെടുക്കിയല്ല, എന്റെ വായുടെ എന്ന് പറഞ്ഞാൽ ഉറക്കെയുള്ള സംസാരം കൊണ്ട് അത്രയും കുട്ടികളെ മാനേജ് ചെയ്തുകൊണ്ട് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. അങ്ങനെ കാലക്രമേണ നമുക്ക് നമ്മുടെ വേഡ് മെമ്പർ ഇവിടെ മെമ്പറായി ഇരിക്കുമ്പോൾ നമ്മുടെ ബാലവാടിയുടെ സ്ഥിതി പറയുകയും അങ്ങനെ പഞ്ചായത്തിന്റെ ഫണ്ടിൽ നിന്നും 80,000 രൂപ നൽകുകയും നമുക്ക് പുതിയ ഒരു കെട്ടിടം ഈ ഹോളും ഒരു ക്ലാസ് റൂമും ഈ ക്ലാസ് റൂമും സിറ്റ് ഔട്ട് ഒന്നും വന്നില്ല. നമുക്ക് അടുക്കളയിലെ ഒരു സ്റ്റോർ റൂം മാത്രമേ ഉള്ളൂ. പിന്നീട് ഈ കിച്ചൺ ഞാൻ സ്വന്തമായിട്ട് എന്റെ പ്രവർത്തന ഫലമായിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് ഈ അടുക്കള, ഈ കിച്ചണ്. അപ്പൊ അങ്ങനെ നമുക്ക് നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടുവന്ന് ഇത്രയും നാളും എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. ഞാൻ പഠിപ്പിച്ച എന്റെ ധാരാളം മക്കളും അവരുടെ മക്കളും ഇന്ന് നമ്മുടെ ഈ ഹാളിൽ നിറഞ്ഞിരിപ്പുണ്ട്. എനിക്കറിയാം, ഞാനത് ആത്മാർത്ഥതയോടെ 100% ഞാൻ വിശ്വസിച്ചുകൊണ്ട് പറയുകയാണ്. മനോജിന്റെ മോള് ഗൗരി അവരെയൊക്കെ ഞാൻ പഠിപ്പിച്ചാണ്. സലലിന്റെ ഇപ്പോൾ LLBക്ക് പഠിക്കുന്ന മോളെ സനലിന്റെ 2 മക്കള്, അങ്ങനെ ഇവിടെ ഇരിക്കുന്ന ശിവൻ ചേട്ടന്റെ കൊച്ചുമക്കള്, ഏത് വീട്ടിലെ ലതയുടെ മക്കള്, സിന്ധുവിന്റെ മക്കള്, പിന്നെ ഞാനിവിടെ അനിൽക്കുഴിയിലെ മക്കള്, അങ്ങനെ എല്ലാ വീട്ടിലെ അഭിലേഷിന്റെ മക്കള്, ഇവിടെ ഇരിക്കുന്ന രാഹുല്, ഇവരെല്ലാരെയും ഞാൻ പഠിപ്പിച്ചതാണ്. അപ്പൊ നമുക്കറിയാം നമ്മുടെ ജോലി, ഞാനൊരു അംഗൻവാടി ടീച്ചറാണെന്ന് എല്ലാവരും നിസ്സാര രീതിയിൽ കണ്ടാലും ഞാനത് 100% നല്ലൊരു ജോലിയായിട്ട്, ഒരു ടീച്ചറിന്റെ ശമ്പളമൊന്നും ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും ഞാനൊരു ടീച്ചറിന്റെ പ്രാഗൽഭ്യം അതിൽ കാണുന്നു. എന്റെ ജോലിയോട് എനിക്ക് 100% ആത്മാർത്ഥത പുലർത്താൻ പറ്റിയെന്ന് ഞാൻ കരുതുന്നില്ല. ശ്യാമളയുടെ മക്കളെയും എല്ലാരെയും അണിയം ഇവിടെ ഇരിക്കുന്ന ആരുടെ ഇവിടുത്തെ പ്രജീതയുടെ മോള്, അങ്ങനെ അഭിലാഷിന്റെ മക്കളെ, ബാക്കിൽ ഇരിക്കുന്ന ആരെയെങ്കിലും സിന്ധു, അങ്ങനെ എല്ലാവരുടെയും അനാമിക,
പറയാൻ പറ്റുമെങ്കിൽ ക്ഷമിക്കണം. എല്ലാവരുടെയും ജയന്റെ മക്കള് അങ്ങനെ ഇവിടെ ഇരിക്കുന്ന എല്ലാ മക്കളെയും പഠിപ്പിക്കാൻ എനിക്ക് ദൈവം അനുഗ്രഹം തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം നമ്മളുടെ ജോലി ഏത് ജോലിയാണെങ്കിലും നമ്മള് അംഗൻവാടി ടീച്ചർ എന്ന് പറഞ്ഞാൽ അതൊരു സേവനമാണ്. അല്ലാതെ നമ്മളെ എപ്പോഴും നമുക്ക് ഇത്ര രൂപ സാലറി ഉണ്ടോ അതിൽ നോക്കി മാത്രമല്ല നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ദൈവം എന്താണോ അർപ്പിച്ചിരിക്കുന്നത് അതിനെ നമുക്ക് 100% ആർക്കും ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ നമ്മളാൽ ആവുന്നത്ര ചെയ്യുക എന്നൊരിതാണ്. എന്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾക്ക് ആർക്കും ഉപകാരം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നീ ഒരു കാരണവശാലും ആരെയും ഉപദ്രവിക്കരുതെന്ന്. അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ തുറന്നു പറയും. അപ്പോഴേ എന്റെ മനസ്സിൽ നിന്ന് പോകും. ഞാൻ വീണ്ടും എന്നോട് അവരെ മിണ്ടിയില്ലെങ്കിൽ എനിക്ക് വിഷമമാണ്. ഞാൻ വീണ്ടും അവരെ വിളിക്കുകയും സഹകരിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു മനസ്സാണ് എനിക്കുള്ളത്. പിന്നീട് എന്നെ ഇവിടെ പറഞ്ഞു, ഞാൻ ആ കാര്യം ഓർക്കുന്നില്ല. ഞാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഈ സദസ്സിൽ വെച്ച് അതിനെ ക്ഷമാപണം ചെയ്യുന്നു. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ഓർമ്മയില്ല, ഞാനത് ഓർക്കുന്നില്ല. അല്ല, ഞാനങ്ങനെ കുട്ടിയെടുക്കുന്നത് എനിക്കത് ഭയങ്കര ഇതായി. ഞാനങ്ങനെ ചെയ്താൽ എന്റെ മനസ്സാക്ഷിയിൽ എനിക്ക് ഒരു ഓർമ്മയില്ല. പിന്നീട് ഞാനൊരു ടീച്ചർ എന്ന നിലയിൽ എന്റെ ഭാഗത്തു നിന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും എന്നിൽ നിന്നും എന്തെങ്കിലും സങ്കടങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവ എന്നോട് ക്ഷമിക്കണമെന്നും ഞാൻ നിങ്ങളോട് പറയുകയാണ്. പിന്നീട് ഈ കഴിഞ്ഞ 10 ദിവസം മനോജ് പറഞ്ഞതുപോലെ മനോജ് പലപ്പോഴും എന്നോട് ചോദിക്കും, ചേച്ചി എന്നാ ഓടിപ്പോകുന്നത്. അപ്പൊ ഞാൻ പറയും ചിലപ്പോൾ പഞ്ചായത്തിൽ പോകണമായിരിക്കും, അല്ലെങ്കിൽ രാവിലെ ഇവിടെ വരുന്നത്. എന്റെ ഒരു ചിട്ട എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റാൽ ഉടനെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടാണ് കുളിച്ചിട്ട് ഞാൻ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് വീട്ടിൽ കയറാറുള്ളൂ. അങ്ങനെ പോകുന്നത് കൊണ്ട് അത് കഴിഞ്ഞ് ജോലി ചെയ്ത് കഴിയുമ്പോൾ കടയിൽ പോകും. എന്റെ ഫാമിലിക്കാരോട് പറയേണ്ട കാര്യമില്ല, പിന്നെ ഞാൻ പറയുകയാണ്. കടയിൽ പോയി കാപ്പിയും ചോറും കൊടുത്തിട്ട് വീണ്ടും വീട്ടിൽ വന്നാൽ ഉടനെ എനിക്ക് 9:30 കഴിയുമ്പോൾ ഒരുങ്ങി അംഗൻവാടിയിൽ വരണം. അതെന്റെ ഒരു ചിട്ടയായിപ്പോയി. ടീച്ചറിന്റെ പാട്ട്, ഡാൻസ് എല്ലാം എനിക്ക് വീട്ടിലിരുന്ന് കേൾക്കാമായിരുന്നു. വിഷമമുണ്ട്. പിന്നെ ഇവിടെ കടന്നു വന്ന എല്ലാവർക്കും ഒറ്റവാക്കി നന്ദി അറിയിച്ചുകൊള്ളുന്നു.